വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടല ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കടല കറി കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒരു കപ്പിൽ കടല എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനാവശ്യമായിട്ട് നമ്മൾ 2 ഉള്ളിയും 2 തക്കാളിയും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചൊന്ന് വാടി വരണേ. ആ പച്ചച്ചുവയൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയും കൂടെ ഇട്ടെടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പച്ചച്ചുവ മാറി കിട്ടിയാൽ മതി കേട്ടോ, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് തക്കാളി ഉള്ളി ഇട്ട ശേഷമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ മല്ലിച്ചപ്പോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഗ്രേവിക്ക് അനുസരിച്ച്, നിങ്ങൾക്ക് വേണ്ട ഗ്രേവിക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂട്ടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, എനിക്ക് ഈ ഒരു തിക്നെസ്സിലേ വേണ്ടൂ. അതുകൊണ്ട് കുറച്ചും കൂടെ കറി രൂപത്തിൽ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കടല ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കടലക്കറി കഴിക്കാൻ വേണ്ടിയുള്ള മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കടല ഫ്രൈ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.